ശരീരത്തിന് അമ്പുകൾ പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വലത് കൈകൊണ്ട് ഞാൻ ഹബീബിനെ പിന്നോട്ടാക്കിയിട്ട് ആ അമ്പുകളൊക്കെ ഞാനാണ് ഏറ്റെടുത്തിട്ടുള്ളതും. കുറച്ച് സമയത്ത് റസൂലിനെ അവിടെ കാണാനല്ല, അവിടുന്ന് പ്രചരിപ്പിക്കാണ് ഖതൽത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ഹബീബ് കൊല്ലപ്പെട്ടെന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ സഹാബികളൊക്കെ നിക്കക്കള്ളില്ലാതെ നെട്ടോട്ടോടാണ്. കാരണം റസൂലിന്റെ മുഖച്ചായ സഹാബിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മക്കക്കാരനായിരുന്നു, ഏറ്റവും സമ്പന്ന കുടുംബത്തിൽപ്പെട്ട നല്ല സൗന്ദര്യമുള്ള മിസ്അബ്. ആ കാലഘട്ടത്തിൽ മക്ക തെരുവിടെ നടന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇറങ്ങി നിൽക്കും മിസ്അബിനെ കാണാം. അത്ര വലിയ സൗന്ദര്യമുള്ള മിസ്അബ് എല്ലാ ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഉഹദിൽ ഷഹീദായപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു പോയത്. ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹു കഫൻ ചെയ്യുന്ന സമയത്ത് കഫൻ മുട തികയില്ല. തലമറച്ചാല് കാല് മറിയില്ല, കാല് മറച്ചാല് തല മറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയാം, മിസ്അബിന്റെ കാൽഭാഗത്ത് പുല്ല് വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം ഷഹീദായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ഈ ലോകത്ത് നമ്മൾ എന്ത് തന്നെ സമ്പാദിച്ചു വെച്ചാലും നാളെ മരണപ്പെട്ടു പോകുമ്പോൾ 3 കണ്ടം തുണി നമ്മൾ ചെയ്ത അമലുണ്ടോ അതുപോലും ശരിക്കും മിസ്അബ് കൊണ്ടുപോയിട്ടില്ല. തലമുറച്ചാല് കാല് മറിയില്ല, പുല്ല് വെച്ച് കെട്ടിയിട്ട് ഷഹീദായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവ് വിട്ടു പോകുമ്പോൾ നമ്മൾ ചെയ്ത അമല് മാത്രമേ നമ്മളെ ഖബറിൽ നമുക്ക് പ്രയോജനപ്പെടുള്ളൂ എന്നുള്ളതാണ് റസൂൽ കണ്ടെത്തുക. അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഇന്ന് വരെ ആരെ മുന്നിലും തല കുലിക്കാത്ത സഹാബിയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വരെ റസൂൽ ഷഹീദായി എന്ന് പറഞ്ഞു പതറിപ്പോയി. ആ പതറിയ സമയത്ത് ഹിന്ദിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ ചതിയിലകപ്പെടുത്താന്ന് പറഞ്ഞ് ആ ചാട്ടൊളി വിദഗ്ധന് ജബറുമ്മാത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് ആ ചാട്ടൊളി വിദഗ്ധൻ അങ്ങോട്ട് ചാട്ടൊളി പ്രയോഗിക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് പോയത് പതിച്ച്. ഹംസ റളിയല്ലാഹു അൻഹു വീണ് ശത്രുക്കൾ വന്ന് 2 കൈകൾ വെട്ടിമാറ്റി, 2 കാലുകൾ വെട്ടിമാറ്റി. അങ്ങനെ ഹിന്ദ് വന്നോട് ചെന്നിട്ട് വക്ഷി പറയാണ്, ഹിന്ദേ നീ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു, ഹംസനെ ഞാൻ തള്ളിയിട്ടിട്ടുണ്ട്, ഹംസക്ക് ഒരിക്കലും എണീക്കാൻ കഴിയൂല എന്ന് പറയുമ്പോൾ ഹിന്ദ് പാട്ടുപാടി നൃത്തം ചെയ്ത് വാളെടുത്ത് വരുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഹിന്ദിന്റെ മുഖത്ത് നോക്കി പറയാണ്, ഹിന്ദേ എൻ്റെ കൈകാലുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ റബ്ബ് ഈ കാല കൈവനിക്ക് തന്നാല് നിന്നോട് നിന്റെ ആളുകളോട് യുദ്ധം ചെയ്യ ഹംസ തയ്യാറാണ്. അത്ര ധീരനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹിന്ദിന്റെ പ്രതികാരം തീരാഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് നിന്ന് ആ ചാട്ടൊളി ഇങ്ങോട്ട് പറിച്ചു പോരുന്ന സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു നെഞ്ച് പിളർന്ന് ആ ഹൃദയം അവർ വലിച്ചെടുത്തിട്ട് കടിച്ചരിച്ച് കാർക്കിച്ച് ചവറ്റ് കൊട്ടയിലേക്ക് തുപ്പിയതും ഹംസ റളിയല്ലാഹു അൻഹു വലിച്ചയച്ചു കൊണ്ടുപോയി ജബറുമ്മാത്തിന്റെ അടിയിലിട്ട് വലിയൊരു പാറക്കല്ല് തലയിലിട്ട് ചതഞ്ഞരഞ്ഞിട്ട് ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് കൈകാലുകളില്ലാതെ 90ഓളം വെട്ടും കൊണ്ട് തല ചതഞ്ഞരഞ്ഞ നിലയിലാണ് ഹംസ റളിയല്ലാഹു അൻഹു നിന്ന് ഷഹീദായിട്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കണം, യുദ്ധം അവസാനിച്ച് സഹാബ ആരൊക്കെയാണ് ഷഹീദായിട്ട് ചോദിക്കുമ്പോൾ 69 പേര് റസൂലിന് കിട്ടി. ഒരാളെ കാണാല്ല, എൻ്റെ ഹംസ എവിടെ, എൻ്റെ ഹംസ എവിടെ സഹാബത്തെ എന്ന് ചോദിക്കുമ്പോൾ സഹാബികളൊക്കെ നെട്ടോട്ടോടി ഹംസ റളിയല്ലാഹു അൻഹു തെരഞ്ഞു നടക്കുമ്പോൾ വൈകുന്നേര സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു ജബറുമ്മാത്തിന്റെ അടിയിൽ 2 കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ട് 90ഓളം വെട്ടും കൊണ്ട് തല ഒരു കല്ലിന്റെ അടിയിൽ ചതഞ്ഞറിഞ്ഞ നിലയിൽ ഷഹീദായിക്ക് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു പോയത്. എൻ്റെ ഹംസ ശുഹദാക്കളുടെ നേതാവാണ് സഹാബത്തെ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹാബത്തിന്റെ ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് റബ്ബ് നമുക്ക് എന്തെല്ലാം സൗഭാഗ്യം